നല്ലൊരു മാംഗോ കുൾഫിയുടെ റെസിപ്പിയാണ്. മാംഗോ പൾപ്പും മാംഗോ ഫ്ലേവേർഡ് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ ചേർക്കുന്ന അളവുകൾ ശരിയായാൽ വളരെ രുചികരമായി തന്നെ തയ്യാറാക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കൂടുതൽ ദിവസം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ നല്ലൊരു വിഭവമാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്ക് ആദ്യം മാംഗോ പ്യൂരിയാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് മാംഗോ ഫ്ലേവേർഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്, നെസ്റ്റ്ലേയുടെ. ഇതിന് പകരം സാധാരണ കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഫ്രഷ് ക്രീം, എന്നിട്ട് ഒരു 3-4 ഏലക്ക ക്രഷ് ചെയ്തത്, അതും അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി നമുക്ക് മാംഗോ പൾപ്പിൻ്റെ സീലൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല മധുരമുള്ള മാംഗോ പൾപ്പാണ്, അൽഫോൺസ മാംഗോയുടെ. ഇനി അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും, അതും സീലൊന്ന് ഓപ്പൺ ചെയ്യണം. നല്ല രുചികരമായ കണ്ടൻസ്ഡ് മിൽക്കാണിത്. ഇനി നമുക്ക് അതിന് വേണ്ടി 2 കപ്പ് മാംഗോ പൾപ്പാണ് എടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് എടുത്തതിന് ശേഷം അത് ബൗളിലോട്ട് ഒഴിക്കാം. ഓരോരോ കപ്പ് അളന്ന് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ചേർക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കണം, എന്നാലേ അത് ശരിയായി വരുള്ളൂ. അങ്ങനെയാലേ അത് നല്ല രുചികരമാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും, അതും അതുപോലെ എടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിക്കാം. നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിനി പ്രത്യേകിച്ച് ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നല്ല മധുരമുണ്ട് ഈ ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ. ഫ്രഷ് ക്രീം അതേ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്, 1/2 കപ്പ്. കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഒരേപോലെ 1/2 കപ്പ് വീതമാണ് എടുക്കേണ്ടത്. 2 കപ്പ് നമ്മൾ മാംഗോ പ്യൂരി എടുക്കുമ്പോൾ ഇനി ക്രഷ് ചെയ്ത 3-4 ഏലക്ക ചേർക്കേണ്ടതാണ്. അത് അതിൻ്റെ തരി മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം. ഇത് എത്ര മിക്സാക്കുമോ അത്രയും നല്ല അതിൽ നല്ല മെൽറ്റായി കിട്ടും, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ മാംഗോയുടെ നാച്ചുറലായിട്ടുള്ള കളർ വന്നു. ഇപ്പോൾ അത് നല്ലപോലെ മിക്സായി വന്നു. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് അത് ട്രേയിലോട്ട് ഒഴിക്കാം. ഇതേ കൺസിസ്റ്റൻസിയിലാണ് അത് ഇരിക്കേണ്ടത്, കുറച്ച് തിക്കായിട്ട്. ഒരിക്കലും ഇത് ലൂസാവാൻ പാടില്ല. ഇതേപോലെ ഒരു ട്രേയിൽ 2 ടേബിൾ സ്പൂൺ വീതം ഒഴിക്കേണ്ടതാണ്. ഇത് കുറച്ച് വലിയ ട്രേ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ. നമ്മുടെ സാധാരണ ചെറിയ ട്രേയിലാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചാൽ മതിയാകും. കുറച്ചുകൂടി നല്ലത് ചെറിയ ട്രേയിൽ ഇത് ഒഴിക്കുന്നതാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസായി കിട്ടും. അതുകൂടാതെ നമ്മൾ ഫ്രീസ് ചെയ്ത് എടുക്കുമ്പോഴും ചെറിയ ട്രേയിൽ ഒഴിച്ചാൽ പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതുപോലെ എല്ലാം നമ്മൾ എല്ലാം നിറച്ച് ഇനി അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിൽ ഈർപ്പം തട്ടുകയില്ല, അതിന് വേണ്ടിയാണ്. ഇനി അടുത്ത ട്രേയിലും അതുപോലെ നിറയ്ക്കുക. ഈ ട്രേ കുറച്ചുകൂടെ വലുതാണ്, അപ്പോൾ ഇതിന് 2 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കേണ്ടതാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കണം. ഇനി നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു 5 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നൈഫ് കൊണ്ടൊന്ന് ഹോളിട്ടിട്ട്, ഇത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ. ഇപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രീസറിലോട്ട് വയ്ക്കാം. തലേ ദിവസം ഈവനിങ്ങിൽ
വച്ചതാണ്. അത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ ആയി, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് നല്ല ചില്ലായിരിക്കുകയാണ്. അതിൽ നിന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി 1-2 മിനിറ്റ് നോർമൽ വാട്ടറിലൊന്ന് ഇറക്കി വയ്ക്കണം. ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്ത് നോക്കാം. നല്ല ഈസിയായി തന്നെ അത് ഇളക്കി എടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രുചികരമായ ഒരു മാംഗോ കുൽഫിയാണിത്. ഇതുപോലെ ഈസിയായി ഇളക്കി എടുക്കാവുന്നതാണ്. എന്നിട്ടത് നല്ല ചില്ലായിട്ട് ഇരിക്കണമെങ്കിൽ ഐസ് ക്യൂബിലിട്ട് വെച്ചാൽ മതിയാവും. ട്രേയിലുള്ളതും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കിയെടുക്കണം. ഉള്ളത് ഇളകി വന്നു. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഓരോരോ പീസായിട്ടിട്ട് നല്ല ചില്ലായിട്ട് തന്നെ ഇരിക്കും കുറേ സമയം. ഇതിനു മുന്നേ മാംഗോ ലസ്സി തയ്യാറാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല എങ്കിലൊന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഓൾ എന്ന ഓപ്ഷനിൽ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.